ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫും അല്ല, ഏർലി മോർണിംഗ് റുട്ടീനും അല്ല. ഇന്ന് വന്നിട്ട് രാവിലെ മുതൽ ഈവനിങ് വരെയുള്ളൊരു വ്ളോഗാണ്, സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി, 6:30 ആയിട്ടുണ്ട്. അതേ സൺഡേ അല്ലേ, എല്ലാവരും കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്ന ദിവസമാണ്. പക്ഷേ എനിക്കിന്ന് ഓഫീസിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവർക്കും ഒന്നും പോകണ്ട. അപ്പോൾ പ്രത്യേകിച്ച് ഡ്യൂട്ടി കിട്ടിയവർക്ക് മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ എനിക്കിന്നൊരു ഡ്യൂട്ടി കിട്ടിയ ദിവസമാണ്. അപ്പോൾ ഞാൻ പോകാനായിട്ട് എല്ലാം ഒരുങ്ങുകയും വേണം. പക്ഷേ ഒന്ന് ലേറ്റ് ആവുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഞാൻ എന്നും വന്ന സ്റ്റെപ്പിലായിരുന്നു കുടിക്കാറ്. പക്ഷേ ഇന്ന് സ്റ്റെപ്പ് നല്ല നനഞ്ഞ് കിടപ്പുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു കാണും, നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂട്ടിന് വന്ന 2 ആന്തരികളാണ് ഈ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാൻ എഴുന്നേറ്റ ഉടനെ എൻ്റെ ഗോൾ എഴുതും. ചില വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട്, ചിലതിലൊന്നും കാണിക്കാറില്ല. പിന്നെ വന്നിട്ട് കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അറിയാലോ, സൺഡേ ആണ് വാഷിംഗ് ഡേ. പക്ഷേ എന്ത് ചെയ്യാൻ, പോകുന്നതുള്ളത് കൊണ്ട് കഴുകാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ആദ്യമേ അത് വെള്ളത്തിലൊക്കെ കൊണ്ടിട്ടിട്ട് ഞാൻ വന്ന് ഒന്ന് അടിച്ച് വാരി കുളിച്ച് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് വിളക്ക് കൊളുത്താനായിട്ട് വിളക്കൊരുക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഞാൻ ഷഷ്ടിയുടെ ആ ഒരു സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഫോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി ആയിട്ടിരിക്കുന്ന ഈ ഒരു ശിവപാർവതി യുടെ ഫോട്ടോ എന്ന് പറയുന്നത്. അതിലാദ്യമേ പൂവൊക്കെ വെച്ചിട്ട് ആദ്യം ചിലപ്പോൾ വിഘ്നേശ്വരനായിരിക്കും വെക്കുന്നത്. അപ്പം ആ ഒരു ഇതിൽ വെച്ചിട്ട് പിന്നെ ലക്ഷ്മിയിലേക്ക് വെച്ച് പിന്നെ എൻ്റെ കണ്ണന് പൂ വെച്ചു. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ കണ്ണൻ എൻ്റെ തലയിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഒരു ഈ വീഡിയോയിലൊന്നല്ല, എനിക്ക് കാണുമ്പോൾ കണ്ണന് പ്രത്യേകം എന്തോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു കുഞ്ഞിരിക്കുന്ന പോലൊരു ഫീൽ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം. അപ്പം ഞാൻ കണ്ണന്മാർ 2 പേരുണ്ട് കേട്ടോ എനിക്ക്. ഫസ്റ്റ് ഇത് ഞാൻ വന്നിട്ട് എൻ്റെ വീട്ടിൽ വാങ്ങിച്ച, അതായത് ഫസ്റ്റ് വാങ്ങിച്ച ഒരു കണ്ണൻ്റെ പ്രതിമയാണ്. വിഷുവിന് വാങ്ങിച്ചതാണ്. പിന്നെ അതിന് ശേഷം ഇത്തവണ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയൊരു കണ്ണനാണ്. അപ്പോൾ ആരെയും എനിക്ക് കളയാൻ തോന്നിയിട്ടില്ല. 3 പേരെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചോറ്റാനിക്കര അമ്മയുടെ ഫോട്ടോയും പിന്നെ ഒരു വിഘ്നേശ്വരനും. ഇവർ ഇത്രയുമാണ് എൻ്റെ ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ രാവിലെ അവർക്ക് പൂവൊക്കെ വെച്ച് വിളക്കൊക്കെ കൊളുത്തിയാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഓടി അടുക്കളയിൽ പോയി. കാരണം ഒരുപാട് ജോലികൾ ഇന്ന് എനിക്ക് പെൻഡിങ് ഉണ്ട്. അപ്പം അതിൽ കുറച്ച് ഇന്ന് ക്ലീനിങ് ഡേ ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്യാനൊന്നും പക്ഷെ പറ്റിയില്ല. അറിയാലോ, കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. പക്ഷെ ഒരുപാട് തുണികളും കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മഷ്റൂമിൻ്റെ തോരനും പൈനാപ്പിൾ പച്ചടിയാണ് വെക്കുന്നത്. പൈനാപ്പിൾ പച്ചടിക്ക് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും ഇട്ടിട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് അതിനൊന്ന് വേവിക്കാനായിട്ട് വെക്കും. അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ കുറച്ച് ശർക്കര ഇടും. പിന്നെ തേങ്ങയിൽ കടുകും ജീരകവും കൂടി അരച്ച് തേങ്ങ അരച്ചതിലേക്ക് ചേർക്കും. പിന്നെ നല്ല കട്ട തൈരും കൂടെ എടുത്തിട്ട് കുറച്ച് കടുവറുത്തും കൂടെ താളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയത്. അടുത്ത മഷ്റൂം തോരത്തിന് കടുക് വറുത്തു. അതിലേക്ക് ചെറുള്ളി അരിഞ്ഞതും മഷ്റൂമും പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴട്ടും. ജീരകം ഞാൻ കടുക് വറുക്കുമ്പോഴേ ഇടും കേട്ടോ. കാരണം അരച്ചൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. തേങ്ങ കുറച്ച് മതി. അപ്പോൾ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ പച്ചടി റെഡിയായിട്ടുണ്ട്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടപ്പോഴത്തേക്കും എൻ്റെ തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈയും ഇവിടെ റെഡിയായി. അപ്പോൾ മീൻ പൊരിച്ചതും എല്ലാമൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനെല്ലാം പാക്ക് ചെയ്തു. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. 2 ബക്കറ്റ് തുണിയും കൊണ്ട് വിരിച്ച് ഓടി ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ബസ് വന്നു കേട്ടോ. അപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ഞാൻ മാത്രമേ ലഞ്ച് കഴിക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഭയങ്കര ലോൺലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഡേറ്റ് ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ ഡേറ്റൊക്കെ ഒന്ന് ടയർ ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ഒരു മാമാണ് എന്നും അതൊക്കെ ടയർ ചെയ്ത് ക്ലിയർ ആക്കുന്നത്. അപ്പോൾ ഞാൻ മാമിനെ മിസ് ചെയ്തു. അപ്പോൾ
ലഞ്ച് ബാഗ് ഓപ്പൺ ചെയ്ത് തന്നെത്താൻ ഇരുന്ന് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു ലഞ്ച് ഞാൻ എല്ലാവരും ഉണ്ടായിരിക്കുമ്പോൾ കൊണ്ടുവരേണ്ടതായിരുന്നു. എനിക്ക് മിസ് ചെയ്തു കേട്ടോ ഈ ലഞ്ച്. ഞാനൊരു ഫ്രൂട്ടും കഴിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ പുട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ, ലേറ്റായിപ്പോയി. അപ്പോൾ ഞാനൊരു ഫ്രൂട്ട് കയ്യിലും കരുതി ഒരെണ്ണം കഴിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. ആ ഫ്രൂട്ടിൻ്റെ പേര് എനിക്കറിയില്ല, അതാണ് ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓറഞ്ചിൻ്റെ പേരറിയാം അതിന് മുമ്പുള്ളതിൻ്റെ. അപ്പോൾ ഒരു 1 സൈഡ് പേപ്പറൊക്കെ എടുത്ത് വെച്ച് കഴിക്കാനായിട്ടിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മഷ്റൂം തോരനും അതുപോലെ പൈനാപ്പിൾ പച്ചടിയും മീൻ പൊരിച്ചു. നല്ല കോമ്പിനേഷനായിരുന്നു. ഞാൻ അത്ര പൈനാപ്പിൾ പച്ചടി നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും മീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുമെന്നറിയാം. പക്ഷേ ഞാൻ ചോറിൽ കുറച്ചേ മിക്സ് ആക്കിയുള്ളൂ കേട്ടോ. കൂടുതലും അല്ലാതെ എടുത്ത് കുടിക്കുക ചെയ്ത. അപ്പോൾ ഒരു 5:30 ആയപ്പം ഞാൻ ഇറങ്ങി, ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതാണ് ആ ഒരു വഴി എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണിത്. പിന്നെ എന്തായാലും ഒരു 5:30 കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ചിലപ്പോഴൊക്കെ ലേറ്റ് ആവാറുണ്ട്. ഇപ്പോൾ ഒരു 5:30 ആയപ്പം 5:30 5:45 ആയപ്പോൾ ഞാൻ എത്തി. അപ്പം എനിക്ക് നന്നായിട്ട് സൺസെറ്റ് കാണാനൊക്കെ പറ്റി കേട്ടോ ഇന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു, കാരണം നല്ല ബോറും അടിച്ചു, പിന്നെ ടയേർഡുമായി. വന്ന് കതവൊക്കെ തുറന്ന് ഇരുന്നിട്ട് ഞാനൊന്ന് കുറച്ച് തുണി കൊള്ളതെല്ലാം എടുക്കാൻ പോയി. കാരണം നല്ല മഴയാണ്, പണി കിട്ടും. കഷ്ടപ്പെട്ട് കഴുകിയിട്ട് നാളെ അത് നനഞ്ഞ് കുഴഞ്ഞിരിക്കുമ്പോൾ ഉള്ളൊരവസ്ഥ. അപ്പോൾ ആ തുണികളെല്ലാം കൊണ്ടുവന്ന് ഞാൻ നന്നായി മടക്കി വെച്ചു കേട്ടോ. അത് മടക്കി വയ്ക്കാനാണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ അതാദ്യം ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് മഴ വരുന്നുണ്ട്, അതായത് എപ്പോൾ മഴ വരുമെന്ന് അറിയത്തില്ല. നല്ല വെയിലുണ്ടാവും, പെട്ടെന്ന് മഴ പെയ്യും. ഞാൻ അവിടെ ഓഫീസിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു, ദൈവമേ മഴ പെയ്യരുതേ എന്ന്. സത്യം പറഞ്ഞാൽ മഴയൊന്നും പെയ്തിട്ടില്ല, നമ്മൾ രക്ഷപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് രാവിലെ കാണിച്ചപ്പോൾ ഈ പടിയൊക്കെ നല്ല നനഞ്ഞ് കിടക്കുമല്ലായിരുന്നു. ഇപ്പം നോക്കിക്കേ, എല്ലാം നല്ല ഉണങ്ങി നല്ല രസമുണ്ട്. ഇവിടുത്തെ മട്ടുപ്പാവിലെ കാഴ്ച നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിരുന്ന് കാണാറുണ്ട്. സൺസെറ്റൊന്നും എനിക്കിങ്ങനെ കാണാനൊന്നും പറ്റാറില്ല, പക്ഷെ നല്ല സൺസെറ്റാണ്. അപ്പോൾ ഈ സൺസെറ്റോട് കൂടി എൻ്റെ ഒരു രാവിലെ മുതൽ ഈവനിങ് വരെയുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. അടുത്ത മഴക്കോൾ കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മഴ പെയ്യൂല എന്നുള്ളൊരു ഭയങ്കര സന്തോഷത്തോടു കൂടിയും പ്രതീക്ഷയോടു കൂടിയും ഇവിടെ വ്ളോഗ് നടത്തുന്നു.